നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ ഇന്ന് ആദ്യം സംസാരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൗത്തിൽ BJP ഏറ്റവും ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട്. പ്രധാനമന്ത്രി പലകുറി തമിഴ്നാട്ടിൽ വന്നു. അദ്ദേഹം രാമനാഥപുരത്ത് മത്സരിക്കുന്നുള്ള കഥകൾ കേൾക്കുന്നു. അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു പുതിയ വിവാദം BJP അവിടെ കത്തിക്കുന്നത് ശ്രീലങ്കയ്ക്കും തമിഴ്നാടിനും ഇടയിലുള്ള, ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള കച്ചുത്തീവ് എന്ന് പറയുന്ന ഒരു ചെറിയ ഭൂപ്രദേശം, 500 ഏക്കറിന് താഴെ മാത്രം വിസ്തൃതിയുള്ള ഒരു ദ്വീപാണത്. ആ ദ്വീപ് 1970-കളിൽ നമ്മളൊരു സംയുക്ത കരാറുണ്ടാക്കി ശ്രീലങ്കയുടെ അധീനതയിൽ വിട്ടുകൊടുത്ത ഒന്നാണ് അന്ന് ഇന്ദിരാഗാന്ധി. അപ്പോൾ കച്ചുത്തീവ് ഇന്ത്യക്ക് സ്വന്തമായിരുന്ന ഒന്നാണ്. അത് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തവർക്ക് എങ്ങനെ രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്നൊരു പുതിയ ചോദ്യം ഉയർത്തി പുതിയൊരു വിവാദം കത്തിക്കുകയാണ് BJP അവിടെ. നമുക്കറിയാവുന്ന നരേന്ദ്രമോദി അവിടെ പല വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ആദ്യമായിട്ടൊരു ടെലിവിഷൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു TV ചാനലിലാണ്, തമിഴ് വാചകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ എങ്ങനെയാണ് ഈ മണ്ണവകാശം എന്ന് പറയുന്ന സംഗതി കത്തിക്കാൻ പറ്റുന്നത് എന്ന് ആവർത്തിച്ച് നോക്കുന്നു. അതേസമയം കഴിഞ്ഞ 10 വർഷം അധികാരത്തിലിരുന്നപ്പം കച്ചുത്തീവിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്, അത് തിരിച്ചു പിടിക്കാൻ വല്ലതും ചെയ്തിട്ടാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? സ്റ്റാലിൻ തിരിച്ചു വയ്ക്കുന്നുണ്ട്, മല്ലികാർജ്ജുൻ ഖാർഗെയൊക്കെ അവരുടെ പൊസിഷൻ പറഞ്ഞ് അതിനകത്ത് എൻഗേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ വിഷയം സംസാരിക്കുന്നു. ആദ്യം ദൗസ, ഇപ്പം ഉയർ തമിഴുക്ക് ഉടൽ മണ്ണുക്ക് എന്നൊക്കെ മുദ്രാവാക്യം വൈകാരികമായി വിളിച്ച ആളുകളുടെ സ്ഥലമാണ് തമിഴ്നാട്. അവിടെ ഈ മണ്ണ് വിട്ടുകൊടുത്തു, അതും ശ്രീലങ്കയ്ക്ക് കൊടുത്തു എന്ന് പറയുന്ന സംഗതി വർക്കാവാൻ ചാൻസ് ഉള്ള സംഗതിയാണോ? അതിൽ നമുക്ക് BJP എല്ലാ കാലത്തും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത്തരം വൈകാരിക പ്രശ്നങ്ങൾ ഉയർത്തി കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് നന്നായിട്ട് സെല്ലാകും എന്ന് BJP അതാണ് അവർ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ കച്ചത്തീവുമായി ബന്ധപ്പെട്ട വിഷയം എത്രത്തോളം അങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണേണ്ട ഒരു കാര്യമാണ്. അതിലേറ്റവും നമുക്ക് BJP എപ്പോഴും ഉയർത്തുന്ന ഈ ദേശീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അത് കൂടുതലും ഒരു ഭാഗത്തത് ദേശീയതയുമായി ബന്ധപ്പെട്ടതായിരിക്കെ തന്നെ അതിൻ്റെ ഒരു അതർ സൈഡിൽ പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഉണ്ടാവും. അപ്പോഴേ അതിന് ഒരു മുറുക്കം കിട്ടുള്ളൂ. അല്ലാത്ത ഇതിപ്പം ചൈന നമ്മുടെ എത്രയധികം ഭൂമിയാണ് കയ്യേറിയിരിക്കുന്നത്. നമ്മുടെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം അത് ഇന്ത്യയുടെ ഭാഗമായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. പ്രധാനമന്ത്രി അരുണാചൽ പ്രദേശിൽ പോകുമ്പം ചൈന ബഹളം ഉണ്ടാക്കും. ഗാൽവാനിൽ നമ്മുടെ സൈനികരെ അവർ ആക്രമിച്ചു, വശം കെടുത്തി. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞു നമ്മുടെ എത്രയോ ഭൂമി ചൈനയുടെ ഹെക്ടർ കണക്കിന് ഭൂമി ചൈന പിടിച്ചെടുത്തിരിക്കുകയാണ്. അതൊന്നും BJP ഒരു വിഷയമേ ആക്കുന്നില്ലല്ലോ. എന്നുവെച്ചാൽ ചൈനയോട് മുട്ടുക, ചൈന നമ്മുടെ ഭൂമി കയ്യേറിയിരിക്കണം, നമുക്കത് തിരിച്ചു പിടിക്കണം, അങ്ങനെ ഒരു വൈകാരിക അന്തരീക്ഷം ഒന്നും അവർ ഉണ്ടാക്കില്ല. അതൊരു പ്രചാരണമാക്കുകയില്ല. ഇപ്പോൾ കച്ചത്തീവ് എന്ന് പറഞ്ഞാൽ 285 ഏക്കർ മാത്രം വിസ്തൃതിയുള്ള ഒരു ദ്വീപാണ്. കച്ചത്തീവ് എന്ന് പറഞ്ഞാൽ തന്നെ തരിശു ദ്വീപ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു 10 കച്ചത്തീവിൻ്റെ വിസ്തൃതിയുള്ള സ്ഥലം ചൈനയുടെ കയ്യിൽ ഇപ്പോൾ കിടപ്പുണ്ട്. അതേക്കുറിച്ചൊന്നും പറയില്ല. ആകെ പറയുക പാകിസ്ഥാനുമായി ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇടിക്കണം, നമുക്ക് അത് തിരിച്ചു പിടിക്കണം, പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാ ഒരു ഇന്നവിറ്റബിൾ അതർ, അനിവാര്യമായ മറ്റവനുണ്ടല്ലോ, അവനവിടെ ഉണ്ട്. അപ്പോഴേ അത് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതില്ലാത്ത ഏത് പ്രശ്നവും അതിലെത്ര വൈകാരികത ഉണ്ടാക്കിയാലും അതിൻ്റെ പരിധിയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ BJPയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള സമരമായിരുന്നല്ലോ ശബരിമല സമരം. എന്താണ് പാളിപ്പോയാൻ കാരണം? ശബരിമല സമരത്തിൽ അതിന് ഈ പറയുന്ന അതിൻ്റെ എതിർപക്ഷത്ത് ഈ ഇന്നവിറ്റബിൾ അതർ ഇല്ല, അവരവിടെ ഇല്ല. അത് വലിയൊരു പ്രശ്നമാണ്. അതേമാതിരി തന്നെയാണ് ഈ കച്ചത്തീവിൻ്റെ കാര്യത്തിലും. അത് ഇലക്ഷനിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലാവും. അത് വളരെയൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നാമത് ഈ പറയുന്ന ഈ ഉന്മാദ ദേശീയത എന്ന് പറയുന്നൊരു സംഗതി തമിഴ്നാട്ടിൽ അങ്ങനെ വിട്ടുപോകാൻ സാധ്യതയുള്ളൊരു കാര്യമല്ല. ആകെ തമിഴ്നാട്ടിൽ അതിൻ്റെ ഒരു സാധ്യത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ഈ തീരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് രാമനാഥപുരം ആ ഏരിയയിലുള്ള ആളുകൾക്ക് കുറേ കാലമായി വലിയൊരു പരാതി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഈ വാട്ടേഴ്സ് ബ്രീച്ച് ചെയ്യുന്നു, സമുദ്രാതിർത്തി ലംഘിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കൻ സൈനികർ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതിൽ ഈ തീരദേശ മേഖലയിൽ വലിയ പ്രതിഷേധമുണ്ട്. അതൊരു പ്രശ്നമാണ്. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കേണ്ടത് ആരാണ്? അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? സ്റ്റാലിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ് സമുദ്രാതിർത്തി എന്ന് പറയുന്നത്.
അപ്പോൾ അതിനകത്ത് കച്ചത്തീവ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അത് കുറച്ചും കൂടെ കൂടുതൽ ലഭിക്കും. നമുക്ക് മീൻ പിടിക്കാൻ പോകുന്ന ഏരിയ കുറച്ച് കൂടുതൽ ലഭിക്കും. അതായത് ഇതിനെ ഒരു ക്യാമ്പായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള ഒരു സംഗതി അവിടെ തമിഴ്നാട്ടിലുണ്ട്. അതുകൊണ്ട് കച്ചത്തീവ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തീരദേശ മേഖലയിൽ അവർക്ക് അത് വളരെ പെർട്ടിക്കുലറാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് 74-ലുണ്ടായൊരു കരാറാണ്. അതിനുശേഷം എത്ര വെള്ളം കയറി ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത്രയും കാലം ഇല്ലാത്തൊരു വൈകാരികത പൊടുന്നനെ കച്ചത്തീവിനോട് ഉണ്ടാകും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൽ പ്രധാനമന്ത്രി ഇത് ചെയ്യുന്നത്, അപ്പോൾ BJPക്ക് ഓഫ് കോഴ്സ് അവരുടെ അണ്ണാമലയ്ക്ക് അത് പ്രചാരണത്തിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാൻ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഹീസ് ദ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്. ഈ 74-ലെ കരാർ എന്ന് പറയുന്നത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുണ്ടാക്കിയൊരു കരാറാണ്. ഇന്ദിരാഗാന്ധിയും ഭണ്ഡാരനായകയും തമ്മിലുണ്ടാക്കിയൊരു കരാറല്ല. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള നിലവിലുള്ള ഒരു കരാറാണ്. ആ കരാറിനെ റെസ്പെക്റ്റ് ചെയ്യാൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അന്താരാഷ്ട്ര ബന്ധത്തിൽപ്പെട്ട ഒരു കാര്യം, ഒരു അന്താരാഷ്ട്ര കരാർ, ഇന്ത്യ പാർട്ടായിട്ടുള്ളൊരു അന്താരാഷ്ട്ര കരാറിനെക്കുറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടി അത് വിവാദമാക്കുക, അതേക്കുറിച്ച് മോശമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് വിദേശകാര്യത്തിൽ കേട്ടുകേൾവിയില്ല, നയതന്ത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണത്. ഇന്ത്യയും ഇവിടുത്തെ പരിമിതമായ വളരെ ക്ഷണികമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തിന് വേണ്ടി ഇത് വിവാദമാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ശ്രീലങ്ക എന്ന് പറയുന്ന പരമ്പരാഗത സുഹൃത്ത് രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങൾ, ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തന്നെ ഉലക്കുന്നൊരു സമീപനമാണ് പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത്. ഇത്രയും ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള, ഇത്രയും ഒട്ടുമേ ദീർഘവീക്ഷണമില്ലാതെ നിസ്സാരമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ താല്പര്യത്തെ ബലികഴിക്കുന്ന, രാജ്യത്തിൻ്റെ താല്പര്യത്തെ അപകടപ്പെടുത്തുന്ന സമീപനമാണ് പ്രധാനമന്ത്രി സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വെറ്ററൻ ഡിപ്ലോമാറ്റ്സ് എല്ലാവരും ഇതിനെതിരെ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. കാരണം അബദ്ധമാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. അപ്പോൾ BJP വേണം അത് ഒരു രാഷ്ട്രീയ വിവാദമാക്കിക്കോട്ടെ, അല്ലെങ്കിൽ അണ്ണാമലൈ അതേക്കുറിച്ച് എത്ര വേണമെങ്കിലും പ്രസംഗിച്ചോട്ടെ. പക്ഷേ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ആയിട്ടുള്ള നരേന്ദ്രമോദി തന്നെ ഇതേക്കുറിച്ച് ഇങ്ങനെ മോശമായി സംസാരിക്കുന്നത് അദ്ദേഹത്തിന് എന്താണ് ഈ ഡിപ്ലോമസിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയുമില്ല എന്നാണ് അത് കാണിക്കുന്നത്. അജിംസ്, ഇപ്പം തമിഴ്നാട്ടിൽ പോയിട്ട് നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്ന അതിദേശീയതയെക്കുറിച്ച് സംസാരിച്ചാൽ എന്തുമാത്രം തെരഞ്ഞെടുപ്പ് ഫാക്ടർ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ശ്രീലങ്കയ്ക്ക് കൊടുത്തു തമിഴ്നാടിൻ്റെ മണ്ണ് അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ മണ്ണ് എന്നതിൽ സാധ്യതയുള്ള സംഗതിയാണോ? അതിൽ താവസയോട് പറഞ്ഞാലൊരു 100-300 ഏക്കർ വരുന്നൊരു പീസ് ഓഫ് റോക്കാണ്, ഒരു പാറക്കഷ്ണമാണ് ഈ പറയുന്ന സ്ഥലം. വളരെ ചെറിയൊരു ഐലൻഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് എന്ന് പറയാവുന്ന ഒരു സ്ഥലം. മനുഷ്യവാസമില്ല. അവിടെ ആകെയുള്ളതൊരു ക്രിസ്ത്യൻ പള്ളിയാണ്, ഒരു സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച്. സെൻറ്റ് ആൻ്റണി ഓഫ് പാദുവ ആണ് അവിടുത്തെ പുണ്യവാള്. അപ്പോൾ അവിടെ എല്ലാ വർഷവും ഇത് നടക്കുന്നുണ്ട്. പള്ളിപ്പെരുന്നാൾ നടക്കും. പള്ളിപ്പെരുന്നാൾ നടക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുള്ള വിശ്വാസികൾക്ക് അവിടെ ആ പെരുന്നാൾ കൂടാൻ വിസ ആവശ്യമില്ല. അത് ശ്രീലങ്കയുടെ ഭാഗമാണ് എന്നിരിക്കെ തന്നെ വിസ ഇല്ലാതെ ഇന്ത്യയിൽ നിന്നുള്ള വിശ്വാസികൾക്കും ശ്രീലങ്കയിൽ നിന്നുള്ള വിശ്വാസികൾക്കും അവിടെ പോവാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ 74-ലെ കരാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ കച്ചത്തീവിൻ്റെ ഉടമസ്ഥാവകാശമാർക്ക് എന്ന ആംബിഗ്വിറ്റി നിലനിൽക്കെ അത് പാർലമെൻറ്റിൽ നിരവധി തവണ ചർച്ചയായിരുന്നു. നെഹ്റുവിൻ്റെ കാലത്ത് ചർച്ചയായിരുന്നു. ഇപ്പോൾ നെഹ്റു എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും പാർലമെൻറ്റ് കൂടുമ്പോൾ ഈ വിഷയം ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ നെഹ്റു തന്നെ പറഞ്ഞു, ഇതെന്താണ് ഈ പ്രശ്നം, ഇത് എത്ര ഏക്കർ സ്ഥലമുണ്ട്, ഇതൊരു ന്യൂയിസൻസായി മാറിയിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിൽ ദിവസവും ചോദ്യം ചെയ്തു വരിക എന്നുള്ളത് അത് നമ്മൾ വിട്ടുകൊടുക്കുന്നതിൽ എനിക്കൊരു എതിർപ്പുമില്ല എന്ന് നെഹ്റു പാർലമെൻറ്റിൽ പറഞ്ഞു എന്നുള്ളതാണ് അണ്ണാമലൈ വലിയ വെളിപ്പെടുത്തലായിട്ടത് അണ്ണാമലൈ കൊണ്ടുവരുന്നത്. RTI കൊണ്ടുവന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ഒരു വിവരം കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചാൽ എത്ര ദിവസം കൊടുക്കാൻ വിവരം കിട്ടാൻ, അണ്ണാമലയ്ക്ക് 5 ദിവസം കൊണ്ട് വിവരം കൊടുത്തു. അത് വേറെ കാര്യം. അപ്പോൾ ഇത് വലിയ സംഭവമായിട്ട് കൊണ്ടുവരുന്നു. ഇന്ദിരാഗാന്ധി ഇത് എന്ത് ചെയ്യുന്നു, അത് നെഹ്റുവിൻ്റെ കൺസേൺസ് ഉണ്ടായിരുന്നു ഇത് കൊടുക്കാൻ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ദിരാഗാന്ധി ഒരു കരാറുണ്ടാകുന്നു. ഇന്ദിരാഗാന്ധി കരാറുണ്ടാക്കുന്നത് എന്തിനാണെന്നറിയാം? അത് ഇന്ത്യ-ചൈന റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ്, ഒരു ഡിപ്ലോമാറ്റിക് ടൈപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ കരാറുണ്ടാകുന്നത്. നിങ്ങൾക്ക് വിട്ടുതരാം, ഇന്ത്യ ശ്രീലങ്ക. അപ്പോൾ ഇത് വിട്ടുതരാമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് വിസ ഇല്ലാതെ ഇന്ത്യക്കാർക്കും ശ്രീലങ്കക്കാർക്കും അവിടെ വരാൻ കഴിയുന്നു എന്നുള്ളത് ആ ഇന്ത്യ-ചൈന റിലേഷൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇന്ത്യ-ശ്രീലങ്ക റിലേഷൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ കച്ചത്തീവ് നിൽക്കുന്നത്. അപ്പോൾ ഇതിവിടെ കൊണ്ടുവന്നിട്ട് ബഹളം ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നം, ഈ കച്ചത്തീവ് വിട്ടുകൊടുക്കുന്നതിനെതിരായിരുന്നു കരുണാനിധി.
കരുണാനിധി കാരണം വെച്ചാൽ അത് നമ്മുടെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ അവിടെ വെച്ച് ധാരാളമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല കച്ചത്തീവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമുദ്രാതിർത്തിയാണ് കച്ചത്തീവ്. അപ്പോൾ അതിന് ചുറ്റും മീൻ പിടിക്കുമ്പോഴാണ് ഈ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ നിരവധി തമിഴ് വംശജരായ ഇന്ത്യക്കാരായ മത്സ്യത്തൊഴിലാളികൾ ശ്രീലങ്കയിൽ പിടികൂടപ്പെടുന്നുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. അണ്ണാമലയും പ്രധാനമന്ത്രിയും ഈ വിഷയം ഇപ്പോൾ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ ടെലിവിഷൻ ഇൻ്റർവ്യൂ കൊടുത്തത് തന്തി ടി വിക്കാണ് കഴിഞ്ഞ ദിവസം. അതിലും ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്, കച്ചത്തീവിനെ പറ്റി പറയുന്നുണ്ട്. ഈ വിഷയം ഉന്നയിക്കുന്നതോടുകൂടി DMK കോൺഗ്രസ് ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാക്കാം എന്നുള്ളതാണ് BJPയുടെ ഈ കാര്യത്തിലൊരു തന്ത്രം. പക്ഷേ ആ തന്ത്രം തമിഴ്നാട്ടിൽ പോലും അധികം വിലപ്പോവില്ല എന്നുള്ളതാണ്. കാരണം തമിഴ്നാട്ടുകാർ ഇത് മറന്നു തുടങ്ങിയൊരു സംഭവമാണ്. മറ്റൊന്ന്, ഈ LTT ഇൻസർജൻസി ഉണ്ടായിരുന്ന സമയത്തുള്ളതുപോലെ ഒരു ശ്രീലങ്ക വിരോധം തമിഴ്നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. കാരണം ആ വിഷയം കഴിഞ്ഞ ഒരു വിഷയമാണ്. അതേസമയം LTT ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഒരുപക്ഷെ DMK തന്നെ ഈ ഒരു വിഷയത്തിൽ അവരതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണായുധമാക്കിയാണ്. പക്ഷേ ഇപ്പോഴവർ എന്താണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. കോൺഗ്രസുമായി മുമ്പുണ്ടായിരുന്ന, അപ്പോൾ രാജീവ് ഗാന്ധി വധക്കേസിൽ പോലും DMKക്ക് പങ്കുണ്ടെന്ന ആരോപണം ആ കാലത്തുണ്ടായിരുന്നു. കാരണം ഈ LTTക്കാർക്ക് തമിഴ്നാട്ടിൽ താവളം ഒരുക്കി കൊടുത്ത് DMK ആണ്. LTTയുടെ ആശയപ്രചാരണത്തിന് ഇന്ത്യൻ മണ്ണിൽ അവസരം ഒരുക്കി കൊടുത്ത് DMK ആണെന്നുള്ളൊരു ആരോപണം അവർക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ആളുകൾ മറന്നുപോയ കാര്യമാണ്. പുതിയൊരു നോൺ ഇഷ്യൂ ആണ് ഇപ്പോൾ ആ സമയത്ത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ മോദിജി സ്വന്തം കാലിന് വെച്ച വെടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം ഇത് നമ്മൾ പറയുന്നത് 1.9 സ്ക്വയർ കിലോമീറ്ററുള്ള ഒരു പീസ് ഓഫ് ലാൻഡാണ്, മനുഷ്യരില്ലാത്ത സ്ഥലമാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് നമ്മൾ വിട്ടുകൊടുത്ത ഭൂമിയുടെ കണക്കുകൾ നമ്മൾ ഞെട്ടിപ്പോകും. 2018 ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് പാക്ട് ഒപ്പിട്ടത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി നേരിട്ട് പോയി ഒപ്പിട്ടതാണ് ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് പാക്ട്. 500 ഏക്കർ ഭൂമി ഇന്ത്യക്ക് വിട്ടുതരുന്നു, പകരം 10,000 ഏക്കർ ഭൂമി ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കുന്നു. ഇത് ചെയ്തതാരാണ്? ഇത് ചെയ്തത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി നേരിട്ട് പോയി ഢാക്കയിൽ പോയി ഒപ്പിട്ടതാണ് ഈ പറയുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ലാൻഡ് സ്വാപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു ഉപഗ്രഹം പോലെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ. ഈ നേപ്പാൾ 2020 ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചു. ഈ ചൈന ഗാൽവാൻ വാലി വിഷയം ഉണ്ടായിരുന്ന തൊട്ട് ഉടനെ മുമ്പാണെന്ന് തോന്നുന്നു. അതായത് ഇന്ത്യയുടെ ഉത്തരാഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളുടെ ഭാഗമായ ഭൂപ്രദേശങ്ങൾ ഏതാണ്ട് 7,100 ഏക്കർ ഭൂമി നേപ്പാൾ കൈയടക്കിയെന്നാണ് വാർത്ത. അതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരു വാർത്ത വന്നിട്ട് 7,100 ഏക്കർ ഭൂമി നേപ്പാൾ കൈയടക്കിയെന്ന വാർത്തയോട് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അവരൊരു മാപ്പ് ഇറക്കിയതിന് ശേഷം ഈ മാപ്പിൽ ഇന്ത്യയുടെ ഭൂപ്രദേശം വന്നപ്പോൾ അത് ശരിയായില്ല എന്ന് പറഞ്ഞൊരു ഒറ്റ പ്രസ്താവന വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയിരുന്നു. ഇനി അതും പോട്ടെ, മ്യാൻമർ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ അതിർത്തി ബോർഡർ പങ്കിടുന്ന ഒരു രാജ്യമാണ് മ്യാൻമർ. അതായത് 1,100 കിലോമീറ്റർ ബോർഡർ ഉണ്ട് മ്യാൻമറുമായിട്ട്. ഈ മ്യാൻമറിനോട് ചേർന്ന് കിടക്കുന്ന മണിപ്പൂരിൻ്റെ ഭാഗം, മണിപ്പൂരും മ്യാൻമറും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. ഒരു ഗ്രാമം അങ്ങനെ തന്നെ മ്യാൻമറിന് വിട്ടുകൊടുത്തു. അത് വിട്ടുകൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിരന്തരം മ്യാൻമർ സൈന്യം ഇന്ത്യയിൽ കയറി ഇന്ത്യൻ അതിർത്തി ഭേദിച്ച് വന്ന് ഇന്ത്യൻ ഗ്രാമങ്ങൾക്ക് തീയിടുകയും ഒരു തടിമില്ലിൽ അങ്ങനെ തന്നെ തീയിട്ടിട്ട് പോയത് അവരുടെ ഭാഗമാണെന്നുകൊണ്ട് അവർ തീയിട്ടിട്ട് പോയിരുന്നു. അപ്പോൾ ഇത്തരം നിരന്തരം പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയും മ്യാൻമറും തമ്മിലൊരു സംയുക്ത ബോർഡർ സർവേ നടത്തുകയും ഏതാണ്ട് ഒരു 3 കിലോമീറ്ററോളം, അതായത് മ്യാൻമറിൻ്റെ അതിർത്തിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് 3 കിലോമീറ്ററോളം ഭൂമി മാറ്റി അവർ സർവേ നടത്തി അതിർത്തി പുനർനിർണ്ണയിച്ചു കൊടുത്തു. ആ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ മ്യാൻമറിൻ്റെ ഭാഗമാണ്. ഇന്ത്യയുടെ ഭാഗമായിട്ട് ജീവിച്ചിരുന്ന അവർക്കവിടെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു, ഒരു പരമ്പരാഗത ക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെ വീടുകളുണ്ടായിരുന്നു, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു. മൊത്തം ഇപ്പോൾ മ്യാൻമറിൻ്റെ അതിർത്തിയിലാണ്. ഇതൊന്നും ആരും അറിയുന്നില്ല, അതിനോട് ആരും പ്രതികരിക്കുന്നില്ല. ഇനി ഒറ്റ കാര്യം ചോട്ടെ, കാർഗിൽ യുദ്ധം കഴിഞ്ഞല്ലോ. കാർഗിൽ യുദ്ധം ആരുടെ കാലത്താണ് ഉണ്ടായത്? വാജ്പേയിയുടെ കാലത്താണ്. പാകിസ്ഥാൻ എത്ര ഭൂമി കൈയടക്കിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ലോ. പാകിസ്ഥാനെ പറ്റിയാണെങ്കിൽ ഇതൊരു കത്തിക്കുമെന്ന് പറഞ്ഞല്ലോ. ഇവർക്ക് കത്തിക്കാവുന്ന ഒരു വിഷയമാണ്. കാർഗിൽ യുദ്ധകാലത്ത് എത്ര ഭൂമി ഇപ്പോൾ പാകിസ്ഥാൻ്റെ അധീനതയിലായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ? അതില്ല. അപ്പോൾ ബംഗ്ലാദേശ്, മ്യാൻമർ, നേപ്പാൾ, ഇനി ചൈന. ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പാണ് ചൈന അരുണാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഗ്രാമങ്ങൾക്ക്, അതായത് ആളുകൾ താമസിക്കുന്ന ഗ്രാമങ്ങൾ ഉൾപ്പെടെയുള്ള അവരവരുടെ പേര് മാറ്റി. അതായത് നമ്മളിവിടെ UP യിലും മഹാരാഷ്ട്രയിലെ കാണുന്ന പോലെ സ്ഥലങ്ങളുടെ പേര് മാറ്റുന്ന പോലെ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റി 30 സ്ഥലങ്ങളുടെ പേര് മാറ്റി അവർ ഗസറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്താൽ. ഇപ്പോൾ അതിനോട് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട്. പേര് മാറ്റിയതുകൊണ്ട് കാര്യമില്ല, അത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് S ജയശങ്കർ തന്നെ പ്രസ്താവന വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കാണാതെ ഒരു മനുഷ്യവാസവും ഇല്ലാത്ത ഒരു 200 ഏക്കർ സ്ഥലത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാകുന്ന നോക്കിയാൽ അത് വിലപ്പോവില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് കഴിഞ്ഞു. 50 കൊല്ലം മുമ്പുള്ള കാര്യമാണ്, അത് കഴിഞ്ഞു. അത് തമിഴ്നാട്ടിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ലിവറേജ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മുമ്പ് നമ്മുടെ ചർച്ച ചെയ്തില്ല രാമനാഥപുരത്ത് മോദി മത്സരിക്കാൻ വരുമോ എന്നുള്ളത്. എന്താ കാരണം? ഇത് തന്നെയാണ് കാരണം. എന്തായാലും
തമിഴ്നാട്ടിൽ വന്നിട്ട് മോദി ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ വിഷയം ആ നിലയ്ക്ക് പ്രവർത്തിക്കാൻ ശേഷിയുള്ളതാണ് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല.